السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه أجمعين أما بعد. വളരെയേറെ ബഹുമാനവും ആദരവുമുള്ള സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, ഒരുപാട് ആലിമീങ്ങളും സാദാത്യങ്ങളും ഇരിക്കുന്ന ഈ മഹത്തായ മജ്ലിസിൽ ഒരു സുദീർഘമായ വയലോ പ്രസംഗമോ നടത്താനല്ല എണീച്ചെന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സയ്യിദ് സാദാത്തുങ്ങൾ അവർകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എണീറ്റ് നിന്നിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, മഹാനായ സാദാത്തുങ്ങളുടെ നേതൃത്വത്തിൽ ഈ വലിയൊരു മജ്ലിസ് എല്ലാ കൊല്ലവും നടന്നു വരുന്നു. ബഹുമാനപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പാന്റെ പേരിലും അതുപോലെ ഉമ്മാന്റെ പേരിലും നടത്തപ്പെടുന്ന ഈ മഹത്തായ ബദരീങ്ങളുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഇതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരാകുന്ന ബഹുമാനപ്പെട്ട തങ്ങളുടെ ഉപ്പാന്റെയും ഉമ്മാന്റെയും ഖബറിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഞാൻ സുദീർഘമായി പ്രസംഗിക്കാനല്ല ആഗ്രഹിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട ഹുസൈൻ സഅദി ഉസ്താദ് ഉണ്ട്. ഉസ്താദ് നിങ്ങളോട് സംസാരിക്കും. ഒന്ന് രണ്ട് കാര്യം മാത്രം ഉണർത്തുകയാണ്. മഹാന്മാരായ ബദരീങ്ങളുടെ ഒരു മജ്ലിസാണ്, ഒരു സുന്ദരമായ ഒരു മനോഹരമായ ഒരു മജ്ലിസാണ് ഇവിടെ നടന്നത്. ബഹുമാനപ്പെട്ട ബദരീങ്ങളുടെ മദ്ഹുകളും പ്രകീർത്തനങ്ങളും ഇവിടെ ഓതുകയും അതുപോലെ തന്നെ ബൈത്തുകൾ പാടുകയും ഒക്കെ ചെയ്തു. ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറഞ്ഞത് നിരവധി ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മഹാന്മാരായ സ്വാലിഹീങ്ങൾ അവരുടെ മദ്ഹുകൾ പ്രകീർത്തനങ്ങൾ പറയപ്പെടുന്ന മജ്ലിസുകളിൽ അള്ളാഹുവിൻ്റെ വിശേഷമായ റഹ്മത്ത് ഇറങ്ങും എന്ന് മാത്രമല്ല, ധാരാളം മുസീബത്തുകൾ അതിൻ്റെ കാരണമായി നീങ്ങിക്കിട്ടുമെന്ന് മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ കഴിയും. മാത്രമല്ല, നമ്മളൊക്കെ ബദ്ർ മൗലിദിൽ അവസാനത്തെ ഹികായത്തിൽ നമ്മൾ പറയാറുണ്ട്, ബഹുമാനപ്പെട്ട ഇമാം ദവ്വാനി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി നമ്മളൊക്കെ പഠിച്ചതാണ്, ഇന്ന ദുആ ഇൻദ ദിക്രി അസ്മാഇ അഹ്ലി ബദർ. മഹാന്മാരായ ബദരീങ്ങളുടെ പേര് പറയുന്ന മജ്ലിസുകളിലുള്ള പ്രാർത്ഥന അതിന് ഉത്തരം ലഭിക്കപ്പെടും എന്ന് ഇമാം ദവ്വാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ബദർ മൗലിദിൽ മാത്രമല്ല, നിരവധി ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഹലബിയുടെ സീറയിലും അങ്ങനെ തുടങ്ങി ഒരുപാട് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം ദവ്വാനിയുടെ സ്വന്തം കിതാബിലും നമുക്കത് കാണാൻ കഴിയും. അപ്പൊ അത്രയും പവിത്രമായ ഒരു മജ്ലിസാണ് ബദരീങ്ങളുടെ മജ്ലിസ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ അള്ളാഹുവിന്റെ റസൂൽ ഒരു മജ്ലിസിൽ പോകുന്ന സമയത്ത് അവിടെയുള്ള പെൺകുട്ടികളൊക്കെ, ചെറിയ ചെറിയ കുട്ടികൾ, ബദറിൽ കൊല്ലപ്പെട്ട ശുഹദാക്കൾ അല്ലെങ്കിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മഹാന്മാരാകുന്ന സ്വഹാബത്തിനെ പ്രകീർത്തിച്ചുകൊണ്ട് പാടുകയായിരുന്നു എന്നും നമുക്ക് സ്വഹീഹായ ഹദീസിൽ കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ബദരീങ്ങളുടെ മഹത്വങ്ങൾ പറയുക, അത് പ്രകീർത്തിക്കുക എന്നത് വലിയ ഒരു പുണ്യകർമ്മമാണ്. മഹാനായ തങ്ങളുടെ വീട്ടിൽ എല്ലാ കൊല്ലവും ഈ മജ്ലിസ് നടന്നു വരുന്നു. അള്ളാഹു ഈ മജ്ലിസ് നിലനിർത്തി തരുമാറാവട്ടെ.
ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളുടെ ബാപ്പാന്റെയും ഉമ്മാന്റെയും ഖബർ അല്ലാഹു സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, മറ്റു കൂട്ടുകുടുംബക്കാർ എല്ലാവരുടെയും ഖബർ അല്ലാഹു ജന്നത്താക്കി കൊടുക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഷൈഖുന അലിക്കുഞ്ഞ് ഉസ്താദിന്റെ ഉറൂസ് പരിപാടി ഇതേ വരുന്ന മാർച്ച് 1, 2, 3 തീയതികളിൽ നടക്കുകയാണ്. ആ പരിപാടിയിൽ എല്ലാവരും സംബന്ധിക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ KCF എന്ന മഹത്തായ സംഘടനയുടെ ഡസനീയം സമ്മേളനം ഏപ്രിൽ മാസത്തിൽ നടക്കുന്നു. ആ പരിപാടിയും എല്ലാവരും വിജയിപ്പിക്കണമെന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ദാറുൽ മുസ്തഫയുടെ 3ാം സനദാന സമ്മേളനവും ഏപ്രിൽ 18, 19, 20 തീയതികൾ നടക്കുന്നു. എല്ലാ പരിപാടികളും വിജയിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ട് സംസാരിക്കുന്നില്ല. അതിനുള്ള ഒരു വേദിയും കൂടി അല്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ബഹുമാനപ്പെട്ട കെസീർ ഉസ്താദ് അവറുകൾ നമ്മളോട് 1-2 വാക്കുകൾ സംസാരിക്കും. അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ.